ഇന്നത്തെ നമ്മുടെ 4 മണിക്ക് ചായക്ക് കടി ഉണ്ടാക്കാൻ കേട്ടോ ഞാൻ. അപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം മൈദ എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ എന്താ ഉണ്ടാക്കുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചക്കയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് മാവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് മൈദ എടുത്താൽ മതി കേട്ടോ. നമ്മൾ എത്ര വേണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും കലക്കണ്ട, കുറച്ചേ വേണ്ടുള്ളൂ നമുക്ക്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴമൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ നമ്മൾ ചക്ക പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചക്ക കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനൊരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസായി പോവരുത് കേട്ടോ. നമ്മൾ ചക്ക നല്ല കനം കുറഞ്ഞ ചക്കയാണ്. നല്ല കട്ടിയുള്ള ചക്കയൊക്കെ ആണെങ്കിൽ ഇത്തിരിയും കൂടി നമുക്ക് ലൂസാക്കി കൊടുക്കാം. ഇത് നല്ല കനം കുറഞ്ഞിട്ടുള്ള ചക്കയാണ്. അപ്പോൾ നമുക്ക് ബാറ്റർ ഒന്ന് കട്ടിയാക്കി എടുക്കുന്നത് നല്ലത് കേട്ടോ. എന്നിട്ട് ഞാൻ മാവൊക്കെ നന്നായി കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഞാൻ കലക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. നല്ല എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് പഴം പൊരിക്കുന്ന പോലെ തന്നെ ഓരോ പീസ് നമ്മൾ കുരു കളഞ്ഞിട്ട് സെൻറ്റർ പൊളിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരെണ്ണം മുഴുവനായിട്ട് ഇടുന്നില്ല, കുരു കളഞ്ഞിട്ട് സെൻറ്റർ പൊളിച്ചിട്ട് കുരുവിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടാവുമല്ലോ, അതും കളയണം. എന്നിട്ട് നമുക്ക് മാവിൽ മുക്കിയിട്ട് ഇതേപോലെ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അയ്യോ, ഇത് പൊരിക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. എന്തോ മണം എന്നറിയാം, നമുക്കതിനെ കൊതിയാവും ഇതിന് മണം കൊണ്ട്. അത്രയും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ പഴം പൊരിക്കുമ്പോഴായാലും ചക്ക പൊരിക്കുമ്പോഴായാലും നമുക്ക് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഒരു ചുവപ്പ് കളർ വരും കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ഇടുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കൊന്ന് ചുവന്ന കളറായിട്ടായിരിക്കും നമ്മളത് പൊരിക്കുമ്പോൾ കിട്ടുക കേട്ടോ. അത് ചക്കയ്ക്ക് നല്ല പഴം പൊരിക്കുമ്പോഴായാലും ബേക്കിംഗ് സോഡ ഇടുന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ. ബേക്കിംഗ് സോഡ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ബേക്കിംഗ് സോഡ ഇടുന്നത് ഒന്ന് വീർത്ത് വരാനായിട്ടാണ് കേട്ടോ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ബേക്കിംഗ് സോഡ ഇടാൻ ഇഷ്ടമില്ലാത്തൊരു വെറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചൂടായ എണ്ണയിൽ ഇതുപോലെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ചക്ക കിട്ടുന്ന സമയത്ത്, ഇപ്പോൾ ചക്ക കിട്ടുന്ന സീസണാണല്ലോ, അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്